വീഡിയോഗ്രാഫിക്ക് ക്യാമറയാണോ മൊബൈലാണോ നല്ലതെന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സോളോ ട്രാവലേഴ്സ് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ലോഗ് ചെയ്യുന്നവർ കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബ്രാൻഡാണ് DG എന്ന് പറഞ്ഞാൽ. അപ്പോൾ DGയുടെ ഓസ്മോ പോക്കറ്റ് OM സീരീസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സീരീസാണ്. അതിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് OM7 എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ളത്. അതിന് മുമ്പ് OM6 ആയിരുന്നു, നല്ല രീതിയിൽ വിറ്റുകൊണ്ടിരുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് DGയുടെ ഓസ്മോ മൊബൈൽ 7, അതായത് OM7 ആണ്. അപ്പോൾ ഇത് കുറച്ച് അപ്ഡേറ്റ്സ് 6ഉമായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ കുറച്ച് ക്വാളിറ്റിയിൽ സ്റ്റെബിലൈസിങ്ങിലൊക്കെ ചെറിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെന്നല്ലാതെ വളരെ കാര്യമായിട്ട് എടുത്ത് പറയക്കത്ത അപ്ഡേറ്റ്സ് ഒന്നും ഇതിനകത്തില്ല. അതിൻ്റെ ഭാരം പറയുകയാണെങ്കിൽ 300 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. ഏകദേശം 8500, 8000-നും 8500-നും ഇടയ്ക്കാണ് ഇതിനകത്ത് പ്രൈസ് വരുന്നത്. ഇതിനകത്ത് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്, പക്ഷേ 10500 രൂപ മിനിമം പ്രൈസ് വേണ്ട പ്രൊഡക്ട്സിനാണ് സാധാരണ ബജാജ് ഫിനാൻസ് EMI പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് റീചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് EMIയിൽ വാങ്ങാം. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു അപ്ഡേഷൻ കൂടെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അത് സൂപ്പറാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് ഇതാണ് DGയുടെ തന്നെ 7ൻ്റെ കൂടെ ഒരു 7P എന്നുള്ളൊരു സീരീസ്. ഇതിന് കുറേ എടുത്ത് പറയക്കത്ത പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ട്രൈപ്പോഡ് സ്റ്റാൻഡ് പോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് സോളോ ട്രാവലേഴ്സിനാണ് ഞാനിത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും പല ഷോട്ട്സുകൾ നല്ലതൊക്കെ കാണുമ്പോൾ അവർക്ക് മാറി എന്ന് പറഞ്ഞെടുക്കാനൊക്കെ ലിമിറ്റേഷനുണ്ട്. എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വരുത്തിയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. രണ്ട്, നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് ലോഗ് ചെയ്യുമ്പോഴും ക്ലോസ് ആയി പോകും പലപ്പോഴും. ഇപ്പോൾ ഒരു വൈഡ് ഫ്രെയിമൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ക്യാമറയിൽ 0.5 ചെയ്യണം, അപ്പോൾ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ലോസ് ആവും. അതിന് പരിഹാരമായിട്ട് ഇതിനകത്ത് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് 7Pയിൽ. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സെൻസറും കൂടെ വരുന്നുണ്ട്, ഒരു ഓട്ടോ ട്രാക്കിംഗ് സെൻസറൂടെ വരുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ മരത്തിലോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് മുഴുവൻ ഇത് ഫോക്കസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോളും. പ്രത്യേകിച്ച് ഡാൻസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാവുന്ന സ്ഥലത്തെല്ലാം നമുക്കൊരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്ലോസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ അഭാവത്തിലൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞൻ LED ലൈറ്റും കൂടെ നിങ്ങളുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഫേസിൽ ലൈറ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് ലൈറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാരം നേരത്തെ ഇതിന് 7ന് 300 ഗ്രാമാണ് പറഞ്ഞെങ്കിൽ ഇതിന് 370 ഗ്രാം ഭാരം, ഒരു 70 ഗ്രാം ഭാരം അഡീഷണൽ ആയിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ വരുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു DGയുടെ മൈക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ട്രാൻസ്മിറ്റർ മാത്രം മതിയാവും, റിസീവറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിസീവർ ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട, ഇതിനകത്ത് തന്നെ ആ റിസീവർ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന വോയിസും കാര്യങ്ങളുമൊക്കെ ഒരു DGയുടെ മൈക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 14500 രൂപയാണ്. ഈസി EMI ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ, മീൻസ് ഇൻട്രസ്റ്റ് ഇല്ല, 0 ഡൗൺ പേയ്മെൻ്റ് അല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ ഇതിനകത്ത് ഫിനാൻസ് കിട്ടാനുള്ള ഓപ്ഷനും ഈ ഒരു പ്രൊഡക്റ്റിൽ DG കൊണ്ടുവരുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി പറയുന്നത്. ഇത് വാറണ്ടി ഇല്ലാതെ ഗ്രേ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഒറിജിനലാണ് അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റിലല്ല പ്രൊഡക്റ്റ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ 2 പ്രൊഡക്റ്റിലും നമുക്കത് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റിക്കറുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും വാറണ്ടിയുടെ കേസിൽ. അപ്പോൾ അത് 1 വർഷം വാറണ്ടി കിട്ടും. ഡൽഹിയിലാണ് സർവീസ് സെൻറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ വരെ അയച്ച് പോയി വരുന്നൊരു താമസം നമുക്കെടുക്കും, എങ്കിലും ഇതിന് സർവീസ് കിട്ടും. ഓൺലൈനിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൈസിൽ 1000 രൂപയുടെ ഡിഫറൻസിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. വാറണ്ടി ഉള്ള പ്രൊഡക്റ്റും ഓൺലൈനിൽ അവൈലബിൾ ആണ്, പക്ഷേ വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റാണ് കൂടുതലും സെർച്ചിൽ ആദ്യം കയറി വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. കാരണം ഇതിന് സർവീസ് സെൻറ്റർ വേറെ ഇല്ല. ഈ പ്രൊഡക്റ്റ് DGയുടെ സർവീസ് സെൻറ്റർ ആകെ DGയുടെ ഓതറൈസ്ഡ് ഒരു സർവീസ് സെൻറ്റർ മാത്രമേ ഉള്ളൂ. പുറത്ത് ഇത് പണിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിയാനുള്ളത്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് വീണ്ടും പറയുകയാണ്, സോളോ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇതിലും പറ്റിയ ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. അപ്പോൾ നല്ലൊരു ഫോണും ഇതും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ട്രാവൽ നിങ്ങൾക്ക് കളർഫുള്ളാക്കാൻ പറ്റും. താങ്ക് യു.